അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം ഓഫിർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. കഅബയ്ക്ക് നേരെ തിരിയൽ നിസ്കാരത്തിന്റെ ഓപ്ഷൻസ് ഫർളാണ്, ഷർത്താണ്, സുന്നത്താണ്. ചരിത്രം ഷർത്താണ്. 2. ത്വാഹിറായ വെള്ളത്തിന് ഉദാഹരണം ഓപ്ഷൻസ് കടൽ വെള്ളം, പനിനീർ വെള്ളം, കിണറിലെ വെള്ളം. ചരിത്രം പനിനീർ വെള്ളം. 3. സാധാരണ നിഫാസ് ഉണ്ടാകുന്ന സമയം ഓപ്ഷൻസ് 40 ദിവസം, 15 ദിവസം, 60 ദിവസം. ചരിത്രം 40 ദിവസം. 4. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം ഓപ്ഷൻസ് ത്വാഹിർ, തഹൂർ, മുസ്തഅമൽ. ചരിത്രം മുസ്തഅമൽ. 5. ശവങ്ങളിൽ നജസില്ലാത്തത് ഓപ്ഷൻസ് കോഴി, നായ, ജറാദ്. ചരിത്രം ജറാദ്. 6. ഹൈൽക്കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടൽ ഓപ്ഷൻസ് ഹറാം, വാജിബ്, സുന്നത്ത്. ചരിത്രം ഹറാം. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 7. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം. 8. ഊൻ പൊട്ടിവരുന്ന രക്തം. 9. നായ, പന്നി എന്നിവ കൊണ്ട് നജസായത്. 10. കാഷ്ടം, മൂത്രം, രക്തം, ചലം മുതലായവ. 11. ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേൻ തുടങ്ങിയവയുടെ ശവം. ഇപ്പുറത്ത് നോക്കൂ. എ. വെള്ളത്തിൽ അഫവുണ്ട്. ബി. മുതവസ്സിത്തായ നജസ്. സി. ഭക്ഷണത്തിൽ അഫവുണ്ട്. ഡി. നിസ്കാരത്തിൽ അഫവുണ്ട്. ഇ. മുഗല്ലദായ നജസ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം. ചരിത്രം സി. ഭക്ഷണത്തിൽ അഫവുണ്ട്. 8. ഊൻ പൊട്ടിവരുന്ന രക്തം. ചരിത്രം ഡി. നിസ്കാരത്തിൽ അഫവുണ്ട്. 9. നായ, പന്നി എന്നിവ കൊണ്ട് നജസായത്. ചരിത്രം ഇ. മുഗല്ലദായ നജസ്. 10. കാഷ്ടം, മൂത്രം, രക്തം, ചലം മുതലായവ. ചരിത്രം ബി. മുതവസ്സിത്തായ നജസ്. 11. വലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേൻ തുടങ്ങിയവയുടെ ശവം. ചരിത്രം എ. വെള്ളത്തിൽ അഫവുണ്ട്. സി, ഡി, ഇ, ബി, എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ ഡാഷ് ഖിബലയായി നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. അവരിൽ പൂരിപ്പിക്കേണ്ടത് ബൈത്തുൽ മുഖദ്ദസ്. ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. 13. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ഡാഷ് മൂത്രമാണ് മുഖഫഫായ നജസ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് ആൺകുട്ടിയുടെ. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. 14. 9 വയസ്സ് തികയാൻ ഡാഷിൽ താഴെ ദിവസമുള്ളപ്പോൾ പുറപ്പെടുന്ന രക്തം ഹൈലായി പരിഗണിക്കുന്നതാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് 14. 9 വയസ്സ് തികയാൻ 14 താഴെ ദിവസമുള്ളപ്പോൾ പുറപ്പെടുന്ന രക്തം ഹൈലായി പരിഗണിക്കുന്നതാണ്. 15. ഹിജ്റ ഡാഷിന് ശേഷമുള്ളവരെല്ലാം 4ൽ 1 മദ്ഹബ് തഖ്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് 3 നൂറ്റാണ്ടിന്. ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം 4ൽ 1 മദ്ഹബ് തഖ്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. 16. 2 ഹൈലുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി ഡാഷ് ദിവസമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് 15. 2 ഹൈലുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമാണ്. 17. ഫിത്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഡാഷ് പുറത്തു പോകൽ ഹറാമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് സ്ത്രീകൾ. ഫിത്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. മുസഫ് തൊടാൻ വേണ്ടി ഉളു ചെയ്യുന്നതിൻ്റെ ഹുക്കും എന്ത്? ഉത്തരം വാജിബ്. 19.
2 കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ലിറ്ററാണ്? ഉത്തരം 191 ലിറ്റർ. 20 നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി. ഉത്തരം കറാഹത്ത്. 21 ഷാഫിഈ മദ്ഹബിൽ ഒരു പ്രബല ഗ്രന്ഥത്തിൻ്റെ പേര്. ഉത്തരം മിൻഹാജു ത്വാലിബീൻ. 22 മുനാക്കഹാത്ത് അർത്ഥമെന്ത്? ഉത്തരം വൈവാഹികം. 23 തഹൂറായ വെള്ളത്തിന് പറയപ്പെടുന്ന മറ്റൊരു പേര്. ഉത്തരം മുത്തലക്കായ വെള്ളം. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറയ്ക്കേണ്ടത്? ഉത്തരം തൊലിനിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറയ്ക്കേണ്ടത്. അവയവങ്ങളുടെ വലിപ്പം കാണിക്കുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത്. 25 എന്താണ് ഹൈള്? ഉത്തരം പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. 26 ആദ്യകാലങ്ങളിൽ ഖിബ്ലയുടെ ദിശ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? ഉത്തരം ആദ്യകാലങ്ങളിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും ആസ്പദമാക്കിയും കാറ്റിന്റെ ഗതി നോക്കിയും ഖിബ്ലയുടെ ദിശ മനസ്സിലാക്കിയിരുന്നു. വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള ഉപകരണങ്ങളും ദിശ അറിയാൻ ഉപയോഗിക്കാറുണ്ട്. 27 മുഖഫഫായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? ഉത്തരം നജസിന്റെ തടി നീക്കിയതിനു ശേഷം നജസായ ഭാഗം പൂർണ്ണമായും വെള്ളം കൊടുത്താൽ അത് ശുദ്ധിയാകും. 28 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്താമലാകില്ല. എപ്പോൾ? ഉത്തരം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഇഅ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ അത് മുസ്താമലാകില്ല. 29 കുളി സുന്നത്തുള്ള 4 കാര്യങ്ങൾ എഴുതുക. ഉത്തരം 1 ജുമാ നിസ്കാരം, 2 പെരുന്നാൾ നിസ്കാരം, 3 ഇഅ്തികാഫ്, 4 അസാൻ. 30 ഫസ്അലു അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സാരം എഴുതുക. ഉത്തരം നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. 31 ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതന്മാരിൽ 4 ആളുകളുടെ പേരെഴുതുക. ഉത്തരം 1 അൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു, 2 അൽ ഇമാമുർ റാഫിഈ റളിയല്ലാഹു അൻഹു, 3 അൽ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു, 4 അൽ ഇമാമു ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ഇസ്ലാമിക പ്രമാണങ്ങൾ. മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഗവേഷണം നടത്തുന്നവരായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. 33 സ്ത്രീകളുടെ വസ്ത്രധാരണം. സ്ത്രീകൾ ശരീരം മുഴുവനും മൂടുന്ന വസ്ത്രം ധരിക്കണം. ഉള്ളിലുള്ളത് നിഴലിച്ച് കാണുകയും വ്യക്തമാവുകയും ചെയ്യുന്ന വസ്ത്രം ഉപയോഗിക്കരുത്. അവൾ പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിക്കണം. പുരുഷ വസ്ത്രത്തോട് സാമ്യമുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കരുത്. സ്ത്രീ പുരുഷന്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കൽ ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത കാര്യമാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.